പാർട്ടിക്ക് വഴങ്ങി പി.വി. അൻവർ പരസ്യ പ്രസ്താവന താൽക്കാലികമായി അവസാനിപ്പിക്കുന്നുവെന്ന് പി.വി. അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അൻവറിന്റെ പ്രസ്താവന. പാർട്ടിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് ഉറപ്പുണ്ട്. താൻ നൽകിയ പരാതികൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് ബോധ്യമുണ്ടെന്നും അൻവർ പറയുന്നു. എല്ലാത്തിനും മുകളിലാണ് പാർട്ടിയെന്നും പി.വി. അൻവർ. വിവരങ്ങളുമായി സി.വി. അനുമോദ് ചേരുന്നു. അനുമോദ്, ഓഗസ്റ്റ് 20 തുടങ്ങിയതാണ് പലതരത്തിലായുള്ള തുറന്നു പറച്ചിലുകൾ, കുറ്റപ്പെടുത്തലുകൾ, പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പോരാട്ടം പി.വി. അൻവർ. അതിപ്പോൾ പാർട്ടിയുടെ അഭ്യർത്ഥന മാനിച്ച് നിർത്തുന്നു താൽക്കാലികമായി എന്ന് അൻവർ പറയുന്നു. പാർട്ടിക്ക് വിധേയനായിരിക്കും താൻ എന്ന സന്ദേശമാണോ അൻവർ നൽകുന്നത്? അതിനപ്പുറം ഈ പോരാട്ടത്തിന്റെ ഭാവി സംബന്ധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എന്താണ്? ഉച്ചയ്ക്കാണ് CPM ഔദ്യോഗികമായിട്ട് തന്നെ അൻവറിനെതിരെ പ്രസ്താവന ഇറക്കുന്നത്. റഹീം അടക്കമുള്ള നേതാക്കളും അൻവറിനെതിരെ തുറന്നു പറച്ചിലുമായി എത്തി. അതിനെ തുടർന്നാണ് ഇപ്പോൾ വൈകുന്നേരത്തോടെ അൻവറിന്റെ പ്രതികരണം ലഭ്യമായിരിക്കുന്നത്. അദ്ദേഹം ഫേസ്ബുക്കിൽ തന്റെ കാര്യങ്ങൾ വിശദമാക്കി ഒരു കുറിപ്പ് ഇടുകയാണ് ചെയ്തത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് അതിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നതാണ്: ഈ വിഷയത്തിൽ പരസ്യ പ്രസ്താവന ഈ നിമിഷം മുതൽ ഞാൻ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. എന്റെ പാർട്ടിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നീതി ലഭിക്കുമെന്ന ഉറപ്പ് എനിക്കുണ്ട്. അതായത് താൻ ഉന്നയിച്ച ആവശ്യങ്ങൾ, പരാതികൾ, അത് സംബന്ധിച്ച് പാർട്ടിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന ഉറപ്പിൽ താൽക്കാലികമായി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, താൽക്കാലികമായി ഞാൻ ഈ ഒരു പരസ്യ പ്രസ്താവനകൾ നിർത്തി പാർട്ടിക്ക് വഴങ്ങാൻ തയ്യാറാണ്. അൻവർ ഇടതുപാളയത്തിൽ പുറത്തിറങ്ങുന്ന നോക്കി നിൽക്കുന്ന മറ്റുള്ളവരും ചില മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ നിരാശരായേ മതിയാകൂ. ഈ പാർട്ടിയും വേറെയാണ്, ആളും വേറെയാണ് എന്നും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നു. പാർട്ടി നൽകിയ നിർദ്ദേശം ശിരസാൽ വഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് കൂടി പറഞ്ഞാണ് അദ്ദേഹം പരസ്യ പ്രസ്താവനകൾ താൽക്കാലികമായി അവസാനിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയത്. അതേസമയം അല്പം നീണ്ട ആ കുറിപ്പിൽ ചിലയിടങ്ങളിലൊക്കെ തന്നെ പാർട്ടി നേതൃത്വത്തെ കുറ്റപ്പെടുത്തുന്ന, പരോക്ഷമായി വിമർശിക്കുന്ന പരാമർശങ്ങളും ഉണ്ട്. അതിൽ ഒരു ഭാഗത്തിൽ അദ്ദേഹം ഇങ്ങനെ വ്യക്തമാക്കിയിട്ടുണ്ട്: വിഷയങ്ങൾ സംബന്ധിച്ച് വിശദമായി എഴുതി നൽകിയാൽ അവ പരിശോധിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് M.V. ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചിരുന്നു. വിശദമായ പരാതി അദ്ദേഹത്തിന് എഴുതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സമയബന്ധിതമായ വേണ്ട പരിശോധന ഉണ്ടാകുമെന്ന് അദ്ദേഹം ഇന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഇന്നും ഇൻവേർട്ടഡ് കോമകളിലാണ്. അത് പലതവണ താൻ എഴുതിയ പരാതികളൊക്കെ ഒരു പുസ്തക രൂപത്തിൽ അടിച്ചിറക്കാൻ പാകത്തിലുണ്ട് എന്ന് അനുമോദ്, ഈ വിശദീകരണത്തിലൂടെ പോകുമ്പോൾ താൻ പാർട്ടിക്ക് വിധേയനാണ്, താൻ പാർട്ടിക്ക് പുറത്തു പോകും എന്ന് കരുതുന്നവർ വിഷമിക്കേണ്ടി വരും. ഇത് ആള് വേറെയാണ്, പാർട്ടി വേറെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ ഉദ്ധരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന് പരാതി കൊടുത്തത് പറയുന്നുണ്ട്. പാർട്ടിയിൽ വിശ്വാസമുണ്ട് എന്നൊക്കെ പറയുന്ന പി.വി. അൻവർ മുഖ്യമന്ത്രിയെ കുറിച്ചൊരു മൗനം അതിൽ തുടരുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ പരസ്യമായി ഏതാണ്ട് പാർട്ടി അഭ്യർത്ഥിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു ശ്വാസനയുടെ സ്വരം പോലെ ആയിരുന്നു. അതിനുശേഷവും വാർത്താ സമ്മേളനം നടത്താൻ പി.വി. അൻവർ തയ്യാറായതും നമ്മൾ കണ്ടതാണ്. താൻ വിധേയനാകുന്നത്, അടങ്ങുന്നത് പാർട്ടിക്ക് മുൻപിൽ മാത്രമാണ് എന്നൊരു സന്ദേശം അൻവർ ഇതിലൂടെ നൽകുന്നുണ്ടോ? മുഖ്യമന്ത്രിക്കുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരണം അൻവർ ഇന്നലെ തന്നെ നൽകി കഴിഞ്ഞതാണ്. ഇന്ന് അതിൽ കൂടുതലൊന്നും പറയേണ്ടതില്ല. കാരണം ഇന്നലെ 1.5 മണിക്കൂറോളം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓരോ കാര്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയുകയും താൻ എന്തുകൊണ്ട് ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വിശദമാക്കുകയും മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് തന്നെയാണ് തന്റെ നിലപാടെന്നും ശശിയെ കുറിച്ച് താൻ പറഞ്ഞ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അതിൽ മുഖ്യമന്ത്രിയുടെ ധാരണയല്ല തനിക്കെന്നും എല്ലാം മുഖ്യമന്ത്രി കാര്യത്തിലൊക്കെ അൻവർ വിശദീകരണം നൽകി. അതിൽ ഇനി കൂടുതലൊന്നും പറയേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്ത ഈ ഒരു FB കുറിപ്പിലുള്ളത് അദ്ദേഹത്തിന് ഇന്ന് പാർട്ടിയിൽ നിന്ന് ലഭിച്ച നിർദ്ദേശവും അതോടൊപ്പം റഹീം അടക്കമുള്ളവർ നടത്തിയ വിമർശനങ്ങളുമാണ്. അതിൽ റഹീമിന്റെ വിമർശനങ്ങൾക്ക് എന്ന വണ്ണം അദ്ദേഹം ഇത്തരത്തിൽ കുറിച്ചിട്ടുണ്ട്: വിവാദ പോലീസ് ഉദ്യോഗസ്ഥന്റെ RSS സന്ദർശനത്തിൽ തുടങ്ങി തൃശൂർ പൂരം മുതൽ വർഗീയത പ്രചരിപ്പിക്കുന്ന യൂട്യൂബേഴ്സിനെ സഹായിച്ചതുവരെയും സ്വർണ്ണക്കള്ളക്കടത്തടക്കമുള്ള മറ്റനേകം ഗുരുതര വിഷയങ്ങളുമാണ് ഞാൻ ഉയർത്തിയത്. ഇക്കാര്യത്തിൽ ചാപ്പയടിക്കും മുൻവിധികൾക്കും, അത് ഇൻവെർട്ടഡ് കോമകളിലാണ്, അതിന്റെ ബ്രാക്കറ്റിൽ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, അതീതം എന്ന് കുറിക്കുന്നു. അതായത് ഇന്നത്തെ അദ്ദേഹത്തിന്റെ FB കുറിപ്പ് ഇന്ന് അദ്ദേഹത്തിന് നൽകിയ പാർട്ടി നിർദ്ദേശത്തിന്റെ മറുപടി